രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിട്ടോ എന്നെ കണ്ടപ്പോ തന്നെ നൂന് ഓടി വന്നിക്കണ്. ഓക്കുള്ള ചോക്ലേറ്റ് കൈ കൊടുത്തപ്പോ തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ തന്നെ. അങ്ങനെ മോളെ എടുത്തുങ്ങാണ്ട് ഞാൻ റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി വന്ന് വൈഫ് പത്തിരി ചുടാനുള്ള പൊടിയൊക്കെ കുഴച്ച് ഉരുളാക്കി വെച്ചേക്കണ്. അത് ഞാൻ മെഷീൻമേൽ വെച്ച് മൊത്തമായിട്ട് പരത്തി കൊടുത്ത് എന്നിട്ട് ഫ്രൈ പാനിലിട്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്ത് അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പണി തന്നിക്കട്ടോ. രാവിലെ വെള്ളപ്പം ചുടാനുള്ള പച്ചരി പൊതിർത്തി വെച്ചേക്കണ്. അരി നോക്കിയപ്പോ 2 വട്ടമായിട്ട് അരച്ചെടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ അരിന്റെ പകുതി മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കുറച്ച് തേങ്ങ പാകത്തിലുള്ള വെള്ളം, ഒരു നുള്ളി ഈസ്റ്റ്, ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലോണം അരച്ചെടുത്ത് അങ്ങനെ 2 വട്ടമായിട്ട് അരച്ചെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ കണ്ട് എന്റെ മോക്കുപ്പച്ചി ഇപ്പൊ എന്താ ഉണ്ടാക്കണെന്നൊരു സംശയം കേട്ടോ. അങ്ങനെ ഓളോട് എന്താ ഉണ്ടാക്കണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ച് ഞാൻ വരുമ്പോഴേക്കും വൈഫ് നല്ല ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി പത്തിരിയൊക്കെ തിന്നിട്ടോ. മോക്കാണെങ്കിൽ തിന്നാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഓളെ സോപ്പിട്ട് 2 പത്തിരിയൊക്കെ തീറ്റിച്ച് അങ്ങനെ രാവിലെ എണീറ്റ് കുളിയോ കഴിഞ്ഞ് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി കിച്ചണിലേക്ക് ചെന്നപ്പോഴേക്കും വൈഫ് വെള്ളപ്പം ചൂടൽ തുടങ്ങിയിട്ടുണ്ടോ. എന്നെ കണ്ടപ്പോഴേക്കും വെള്ളപ്പത്തിന് ചട്നി ഉണ്ടാക്കുന്ന പണിന്റെ തലയിൽ കിട്ടുന്നത്. അങ്ങനെ ഞാൻ മിക്സിന്റെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് 2-3 ചെറിയുള്ളി 3-4 പച്ചമുളക് ഇട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് പാകത്തിലുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് അപ്പോഴേക്കും വൈഫ് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് അരച്ചു വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തപ്പോൾ ചട്ടിനി റെഡി ആയിട്ടോ. മോളിപ്പോഴും എണീറ്റില്ല, നല്ല ഉറക്കാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് രാവിലത്തെ ചായയൊക്കെ കുടിച്ച് എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി മോളത്ത് പോയി 2 ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോവാട്ടോ. അങ്ങനെ ഷോപ്പിലെത്തി ഉച്ച വരെയുള്ള പണിയൊക്കെ കഴിഞ്ഞ് 2 മണിയപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. റൂമിലേക്ക് പോയത് നമ്മളൊരു സ്പെഷ്യൽ സാധനമായിട്ടാട്ടോ. നിങ്ങളെല്ലാരും തന്നെ ഈ സ്നേഹത്തിനും സപ്പോർട്ടിനും 1 ലക്ഷം സബ്സ്ക്രൈബർ ആയപ്പോൾ യൂട്യൂബർ നമുക്ക് അയച്ചു തന്ന സിൽവർ ബട്ടനുമായിട്ടോ നമ്മൾ റൂമിലെത്തിയത്. നാട്ടിൽ അഡ്രസ്സിലാട്ടോ വന്നത്. അങ്ങനെ നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടായിരുന്നു, അവരെ കയ്യിൽ കൊടുത്തയച്ചതാട്ടോ. എന്റെ സന്തോഷം കണ്ട് മോക്ക് എന്താന്ന് മനസ്സിലായില്ലെങ്കിൽ മോളും എന്റെ ഒപ്പം കൂടിട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളുടെയും ബോക്സ് ഒക്കെ പൊട്ടിച്ച് സിൽവർ ബട്ടൺ പുറത്തെടുത്ത് നിങ്ങളെല്ലാരും തന്നെ ഈ സ്നേഹത്തിന് നമ്മളെ പേരൊക്കെ എഴുതിയിട്ടാട്ടോ യൂട്യൂബർ ഈ സിൽവർ ബട്ടൺ നമുക്ക് അയച്ചു തന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കിച്ചണിലേക്ക് പോയി നോക്കിയപ്പോൾ വൈഫ് നല്ല ചോറ്, മീൻകറി, ക്യാരറ്റ് ഉപ്പേരിയൊക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കണ്. അങ്ങനെ ഫുഡ് ടേബിൾമ കൊണ്ടുപോയി വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ടോ. ഫുഡ് കഴിച്ചപ്പോൾ ഒരു പണിയുടെ എന്റെ തലേക്ക് മെല്ലട്ടെന്ന് പാത്രം ക്ലീൻ ചെയ്യല്. അങ്ങനെ ഫുഡ് കഴിച്ച പാത്രമൊക്കെ ബേസിൽ കൊണ്ടുപോയി വെച്ച് നല്ലോണം കേക്ക് വൃത്തിയാക്കി വെച്ച് അത് കഴിഞ്ഞ് പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് 4:30 മണിയപ്പോൾ വീണ്ടും കടയിലേക്ക് പോകാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വൈഫ് നല്ല കുക്കറപ്പൊക്കെ ചുട്ട് പാത്രത്തിൽ മുറിച്ച് സെറ്റ് ആക്കി വെച്ചിരിക്കണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.